നമുക്ക് ഈ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യാം. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സാധാരണ ഒരു ഫാമിലിയിൽ, ഒരു ആവറേജ് ഫാമിലിയിൽ ജീവിച്ച് വളർന്ന വ്യക്തിയാണ്. അച്ഛൻ ഇടുക്കിയിലായിരുന്നു. ഞങ്ങള് KSCB-യിലെ ഡ്രൈവറായിരുന്നു. അച്ഛനും അമ്മയും കിടന്ന് ജീവിതത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ചെറുപ്പം തൊട്ടേ. അത് കണ്ട വളരുന്നു. അപ്പൊ അപ്പോഴേ മനസ്സിൽ നമുക്ക് അപ്പൊ ഒന്നും അറിയില്ലല്ലോ. അവർ വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ 5 മക്കളെയും വളർത്തി വലുതാക്കി കൊണ്ടുവരികയായിരുന്നു. അപ്പൊ നമുക്ക് കാണുന്ന ഒരു സ്റ്റേജ് നില. അതിനുശേഷം ഇപ്പൊ എറണാകുളത്ത് വരുന്നു. അതിനുശേഷം ഒരു കാർഷിക കോളേജിൽ പഠിക്കുന്നു. അവിടുന്ന് ജോലിയും ലഭിച്ചില്ല. 5 വർഷം ജോലിക്ക് വേണ്ടി പരക്കം പായുന്നു, അവിടെയും ലഭിക്കുന്നില്ല. യാദൃച്ഛികമായിട്ട് എൻ്റെ ഒരു അങ്കിള് വാങ്ങിച്ചൊരു PSC-യുടെ ഫോം വേറെ ആർക്കും വേണ്ടി വാങ്ങിച്ചാണ്. അപ്പൊ നിനക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അല്ല, നീ അയച്ചോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തന്നാണ്. അത് അയച്ചു, എനിക്ക് ജോലി കിട്ടി. ഇളച്ചൻ അങ്കിള് വാങ്ങിച്ചു കൊടുത്ത് വേറെ ആരും ജോലി കിട്ടിയില്ല, എനിക്ക് ജോലി കിട്ടി. ഞാൻ പറയാൻ കാരണം അവിടുന്ന് പ്രൊമോഷൻ കിട്ടി, ഒരു ഗസറ്റ് റാങ്കിലേക്ക് എത്തി. അവസരം 4 ഡിസ്ട്രിക്റ്റിന്റെ ഹെഡൊക്കെ ആയിട്ട് മാറി. ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥനായി. ഞാനിത് നിങ്ങൾ പറയാൻ കാരണം അറിയും, ആ വ്യക്തി അങ്ങനെ ഒരു സാധാരണ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത വ്യക്തി ഈ ഇൻഡസ്ട്രി, ഞാൻ പറയാൻ പോകുന്ന ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. ഈ ഇൻഡസ്ട്രീനെ ഇഷ്ടപ്പെടാൻ കാരണമുണ്ട്. നമ്മൾ ജനിച്ചത് ഒരു സാധാരണ ലെവലിൽ ജീവിച്ചത്, വളരെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് ജീവിച്ചു വരുത്തിയ, ജീവിക്കുന്നതും കുറേയൊക്കെ അങ്ങനെ തന്നെ ഇരുന്നു. പക്ഷേ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല എന്ന് പല പ്രമുഖ വ്യക്തികളും പറയുന്നത് കേൾക്കാനിടയായി. അതെന്നെ മനസ്സിന് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ റിട്ടയർ ചെയ്ത ശേഷം, ഞാനിപ്പോ സർവീസ് റിട്ടയർ ഒരു 1.5 വർഷമായി. റിട്ടയർ ചെയ്ത ശേഷം ഞാൻ തീരുമാനിക്കുകയാണ് സീരിയസ് ആയിട്ട് ചെയ്യണമെന്ന്. അപ്പൊ അതിനു മുമ്പ് തന്നെ വൈഫിന്റെ പേരിൽ ഈ മോദി കെയറിന്റെ ID സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയ ശേഷം വേറെ ജോലിക്കൊന്നും താല്പര്യമുണ്ടായില്ല. എന്തായാലും മോദി കെയർ ചെയ്യണം. ലാസ്റ്റ് ഡ്രോയിങ് സാലറി 1 lakh above വാങ്ങിച്ചത് 27 വർഷത്തിന് ശേഷമാണ്. മനസ്സിലാക്കണം, നമ്മളൊരു വർക്ക് എടുത്തിട്ട് 10, 27, 30 വർഷം വർക്ക് ചെയ്ത് ഇറങ്ങിയ ശേഷം തിരിച്ച് ഞാൻ ഇൻഡസ്ട്രി കയറാൻ എന്തെങ്കിലും കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ പലരും സ്വപ്നം കാണുന്ന ഒരു ഗസറ്റർ ഓഫീസർ ആവണമെന്ന്. അതായിട്ട് എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല ലൈഫിൽ. കാര്യം എനിക്ക് മാത്രമേ കിട്ടുള്ളൂ. എനിക്ക് നമുക്ക് സമൂഹത്തിന് കൊടുക്കാനൊന്നും സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഉൽപ്പന്നങ്ങള് കണ്ട് മനസ്സിലാക്കി ഉപയോഗിച്ചപ്പോ ഞാൻ ഇപ്പോഴും അതിശയപ്പെടുകയാണ്. കാര്യം ഇത്രയും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഒരു ഇന്ത്യയിലെ ഒരു കമ്പനി നടത്തിയിട്ട് ഇത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ആ ഒരു സത്യമാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞിരുന്നത്. ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്കാ നഷ്ടം. ഇത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും നമ്മുടെ നാട്ടുകാർക്കും കൂട്ടുകാർക്കും അച്ഛനും അമ്മയ്ക്കും വലിയ നഷ്ടമാണത്. കാരണം അവരുടെ ആരോഗ്യം ഏറ്റവും കൂടുതൽ തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്ന ലോകോത്തര ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നടത്തുന്നത്. ഇത് പലരും, ഞാൻ ആദ്യം സംശയത്തിൽ കണ്ട വ്യക്തിയാണ്. ഓരോ പ്രാവശ്യം കഴിയുന്നവരേക്കും മനസ്സിലായി ഇത് ഞാൻ വിചാരിക്കുന്ന പോലെയല്ല, വലിയൊരു സംഭവമാണ്. അപ്പൊ എന്തായാലും സർവീസ് ഇറങ്ങിയ ശേഷം ഫുൾ ടൈമായിട്ട് ഈ കാര്യം ഒരു പ്രൊഫഷൻ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റി മുഴുവൻ കേൾക്കാനുണ്ട്. ഒരു സാധാരണ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരിക്കലും ഈ പ്ലാൻ കേൾക്കാൻ ഈ സമയം പാഴാക്കരുത്. നിങ്ങളുടെ സമയത്തിന് വില തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണത്. നിങ്ങളുടെ ഓരോ മണിക്കൂറും വില തരുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. ആ വില തരുമ്പോൾ നമ്മളതിനെ ആ മൂല്യത്തിൽ കണ്ട് അത് ഉപയോഗപ്പെടുത്താൻ പറ്റിയാലേ ലൈഫ് തന്നെ ടോട്ടലി മാറ്റിമറിയാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഇതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സെഷൻ നിങ്ങളുടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ലൈഫിലും വലിയൊരു മാറ്റം ഉണ്ടാക്കട്ടെ എന്ന് ആദ്യം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സോ നമുക്ക് നേരെ സെഷനിലേക്ക് പോകാം. ഓക്കെ, എന്താണ് ഈ അവസരം എന്ന് ആദ്യം അറിയണ്ടേ? നമുക്ക് ആദ്യം ഈ മഹാനുഭാവനെ ആദ്യം പരിചയപ്പെടാം. ഇദ്ദേഹം 2 വാക്ക് പറയാനുണ്ട്. കാര്യം ഇദ്ദേഹം ജനിച്ചത് വളർന്നതൊക്കെ ഗുജറാത്തിൽ, അവിടെ നിന്ന് ഉത്തർപ്രദേശിലേക്ക് പോകുന്നു, അവിടെ വളരുന്നു. ആ ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മുഖമാണ് കാണുന്നത്. 21,000 കോടി അസറ്റ് ഉള്ളത്. നമ്മൾ പ്രിയങ്കനായിട്ടുള്ള നമ്മുടെ സെലിബ്രിറ്റി ഷാരൂഖ് ഖാൻ 20,000 കോടിയുള്ള സെലിബ്രിറ്റി കൂടുതൽ. ഇദ്ദേഹം ഉത്തർപ്രദേശിലെ ടോപ്പ് നമ്പർ 1 മില്ലർ. 21,000 കോടി. പഠിക്കേണ്ട വിഷയം എന്നറിയൂ, അദ്ദേഹത്തിന് ഒരു വലിയ ഗ്രൂപ്പിന്റെ ഉടമയാണ്, മോദി എന്റർപ്രൈസസ്. 933 സ്റ്റാർട്ട് ചെയ്ത മോദി എന്റർപ്രൈസിന്റെ ഒരു ഭാഗമാണ് അദ്ദേഹം. അതിന്റെ ഒരു പാർട്ണറാണ്. 90,000 കോടി വിറ്റിട്ടുള്ള ഒരു കമ്പനിയുടെ ഭാഗമാണ്. മോദിവേ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ മീറ്റിംഗ് ഞാൻ ഫസ്റ്റ് പറയുന്ന കാര്യം, നമ്മൾ ഇരിക്കുന്ന എല്ലാവരും നിങ്ങൾ ചിന്തിക്കുന്ന രീതി മാറണം. ഉണ്ടോ? ഞാൻ ചിന്തിക്കുന്ന രീതി മാറി. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ പോലെ അല്ല സംസാരിക്കുന്നത്. ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. കാര്യം ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്.
ഇതിന്റെ ഓപ്പർച്യൂണിറ്റി ഓരോ നിമിഷവും വളരെ വിലമതിക്കുന്ന സമയങ്ങളാണ്. സോച്ച് ബദലോ കുദ്കോ ബദലോ ദുനിയാ ബദലോ. നമ്മുടെ ചിന്താഗതി മാറ്റുക. നമ്മൾ ഈ നിലവിലുള്ള ചിന്താഗതി കൊണ്ട് മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് ഒരിക്കലും പരിധികൾ വളരാൻ സാധിക്കില്ല. കുദ്കോ ബദലോ, സ്വയം മാറുക. ദെൻ ദുനിയാ ബദലോ, നമ്മൾ ചുറ്റും നിൽക്കുന്ന ലോകത്തെ മുഴുവൻ നമുക്ക് മാറ്റി മറിക്കാൻ പറ്റും. അതെനിക്ക് ഈ പ്ലാൻ കണ്ടപ്പോൾ എനിക്ക് ഉത്തമ വിശ്വാസമായി. ഞാൻ ആ ഒറ്റ സ്വപ്നത്തിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി. അത് നമ്മൾ ആദ്യം നമ്മുടെ കുടുംബം നന്നാക്കുക, നമ്മുടെ ചുറ്റും നിൽക്കുന്ന സമൂഹം നന്നാക്കുക, നമുക്ക് രാജ്യം നന്നാക്കാൻ പറ്റും. രാജ്യത്തിന്റെ വളർച്ചയിൽ വലിയ പങ്കാളികളായ ഒരു ഫാമിലിയോട്. ഇനി നമുക്ക് നോക്കാം എന്തിനാണ് ആർ യു ലിവിങ് നമ്മളിപ്പോ നിൽക്കുന്ന ലെവലില് നമ്മുടെ സ്വപ്നങ്ങള്. ഞാനിപ്പോ ഒരു റിട്ടയറായ വ്യക്തിയാണ്. ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ സ്വപ്നങ്ങള് പൂർത്തീകരിക്കാൻ സത്യം പറഞ്ഞ അതിന്റെ ഒരു 25% നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. 25% എങ്ങോ കിടക്കുക. ഇനി ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു എംപ്ലോയ്മെന്റിൽ ഇത്രയും നല്ല റാങ്കിലൊക്കെ റിട്ടയർ ആയി സാധിച്ചിട്ടും നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നെങ്കിൽ പല പല കാരണങ്ങളുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്താണ് ആ ഡ്രീം എന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്ന് മേ ബി യുവർ ബിഗ് ഹൗസ്, നിങ്ങൾ സ്വപ്നം കാണുന്ന നിങ്ങൾ ഡ്രീം വീടായിരിക്കാം. മേ ബി നിങ്ങളുടെ ക്വാളിറ്റി ടൈം വിത്ത് ഫാമിലിയോടൊപ്പം നല്ല സമയം ചെലവഴിക്കണം. കാര്യം നമുക്കറിയാം നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള ഒരുപാട് പേര് കഷ്ടപ്പെട്ട് ഗൾഫ് രാജ്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവരവിടെ 24 മണിക്കൂറും വർക്ക് ചെയ്ത് കുടുംബത്തിനെ പോറ്റാൻ വേണ്ടി അത്രയും കഷ്ടപ്പെട്ട് അവിടെ വീടും എല്ലാം ഉപേക്ഷിച്ചിട്ട് അവരവിടെ പോയി 10-20 വർഷം വർക്ക് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ആലോചിച്ച് നോക്കുക. അവർ എത്രമാത്രം എഫേർട്ട് രാജ്യത്തിന്റെ പുരോഗതിക്ക് അവർ വലിയ പാർട്ടാവുന്ന ആൾക്കാരാണ്. നമ്മൾ വിദേശത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അവരൊക്കെ നമുക്ക് ആദ്യം സല്യൂട്ട് ചെയ്യണം. കാര്യം ഇന്ന് ഈ രാജ്യം ഇത്രമാത്രം വളരാൻ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഈ വിദേശത്ത് വർക്ക് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. അവര് അത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന. അപ്പോൾ അവരുടെ കൂടെ പലപ്പോഴും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് എന്നെ കേൾക്കുന്നുണ്ടാവും. എനിക്കാരും അറിയാം. ഞാൻ മലപ്പുറത്ത് താവനൂരാണ് പഠിച്ചത്, കാർഷിക കോളേജിൽ. അന്നുകൂടെ എനിക്ക് അതിന് ഫീലിങ്സ് എനിക്ക് ശരിക്കും അറിയാം. അവരുടെയൊക്കെ എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ, കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും എക്സ്പെൻസീവ് ആണ്. പറയേണ്ട ആവശ്യമില്ല. എത്ര പൈസ മുടക്കലും തികയില്ല. ഇപ്പോഴും നമ്മൾ ആലോചിക്കുക എങ്ങനെ അവനെ പഠിപ്പിക്കാം, എങ്ങനെ അവളെ പഠിപ്പിക്കാൻ ചിന്തിപ്പിക്കുക. ദെൻ അടുത്ത കാര്യം നോക്കുക, റെക്കഗ്നീഷൻ. നമ്മൾ അംഗീകരിക്കപ്പെടുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന കുറെ വീട്ടമ്മമാരുണ്ട്. അവർ വീട്ടിന്റെ അടുക്കളയില് ആണുങ്ങൾ മുമ്പിൽ പേപ്പർ വായിക്കുമ്പോൾ അവർ ഒരാൾക്ക് ചെയ്യേണ്ട പണി 10 ആൾക്ക് ചെയ്യേണ്ട പണി ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കുട്ടിയെ നോക്കുന്നു, അലക്കുന്നു, പാത്രം കഴുകുന്നു, ഭക്ഷണം പാചകം ചെയ്യുന്നു, മക്കളെ പറഞ്ഞയക്കുന്നു, ഭർത്താവിനെ പറഞ്ഞയക്കുന്നു, മുറ്റം അടിച്ചു വരുന്നു. ഇല്ലാത്ത പണിയില്ല, പണി മുഴുവൻ ചെയ്യും. അംഗീകാരം കിട്ടുന്നുണ്ടോ? അത് മാത്രമില്ല, ഞാൻ പറഞ്ഞ ശരിയല്ലേ? അവിടെ അംഗീകാരം കിട്ടുന്നില്ല. പുറത്തോ? ഞാൻ വർക്ക് ചെയ്ത് ഡിപ്പാർട്ട്മെന്റില് ഒരു സീനിയർ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. എനിക്ക് തോന്നുന്നില്ല ഞാൻ ചെയ്ത വർക്കിൽ നിന്ന് എനിക്ക് അംഗീകാരം കിട്ടിയത്. എനിക്ക് അംഗീകാരം വേണ്ട. പക്ഷെ അതങ്ങനെ അല്ലല്ലോ. നമുക്ക് ഓരോ ലെവലിലും നമുക്ക് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അംഗീകാരം കൊടുക്കുക എന്നുള്ളത്, കിട്ടുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. ദെൻ വേൾഡ് ടൂർ നമുക്ക് പറഞ്ഞ സമയം തൊട്ട് ഞാൻ എൻ്റെ ഒരു 25-ാം വയസ്സ് വരെ മാക്സിമം വയ്ക്കുന്നത് ഊട്ടിയാണ്. ഊട്ടി കൊടൈക്കനാല്, ചിലപ്പോൾ തേക്കടി, ചിലപ്പോൾ കന്യാകുമാരി, അല്ലെങ്കിൽ ഏതെങ്കിലും ബീച്ചിൽ കൊണ്ട് തിരിച്ചു വരും. കാര്യം നമുക്ക് അങ്ങനെ കൊടുക്കാൻ നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ ഇല്ല. നമ്മൾ ജോലി ഇട്ടിട്ട് കുറച്ചൊക്കെ മാറ്റാൻ തുടങ്ങിയത്. ഞാൻ ഈ ഇൻഡസ്ട്രി വന്ന ശേഷം എനിക്ക് 5-8 രാജ്യങ്ങളിൽ പോകാൻ പറ്റി. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം, സ്വപ്നം കാണാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ അതാ നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഫാൻസി കാർ. ഞാനിപ്പോ എൻ്റെ ഒരു 13 ലക്ഷത്തിന്റെ ഒരു മഹീന്ദ്രയുടെ SUV ഞാൻ വാങ്ങിച്ചു. സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ വാങ്ങിച്ചു. എന്റെ ഗവൺമെന്റ് സർവീസ് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരു വലിയ ഗിഫ്റ്റാണ് എനിക്കത്. അപ്പൊ നമ്മുടെ അങ്ങനത്തെ സ്വപ്നങ്ങൾ നമുക്കുണ്ടോ? അതാണ് വലിയ ചോദ്യം. അത് നേടാൻ തയ്യാറാണോ? എങ്കിലും നമുക്ക് ഇരിക്കാം, നമുക്ക് കൈ കൊടുക്കാം, നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ആർ യു ഓപ്പൺ ടു ചേഞ്ച്? ഇനി എന്താ അടുത്ത പ്രശ്നം? ഞാനിപ്പോ ചെയ്യുന്ന കാര്യങ്ങളൊന്നും മാറ്റാൻ ഞാൻ തയ്യാറല്ല. ബലം പിടിച്ചിരിക്കണ്ടോ? കെട്ടിയിട്ട് തുഴഞ്ഞുകൊണ്ടിരിക്കുക. അന്ന് രക്ഷപ്പെടും വേണം. രണ്ടും കൂടി നടക്കില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മൾ സ്മാർട്ടല്ല പലപ്പോഴും. ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ, ഈ ഇൻഡസ്ട്രി നടക്കുന്ന മാറ്റങ്ങൾ പഠിക്കാൻ തയ്യാറായാൽ നമുക്ക് എവിടെ വരാൻ പറ്റും. ഓർ ഡൂയിങ് തിങ്സ് ഡിഫറെന്റ്ലി. ഉണ്ടോ? ചേഞ്ച് ചെയ്യാൻ തയ്യാറാവുക, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവുക. യു ഹാവ് ഓൾറെഡി സ്പെൻഡിങ് ഓൺ ഡെയിലി നീഡ്സ്. നമ്മൾ എപ്പോഴും ഒരു ജീവിതത്തിലെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി പൈസ മുടക്കിക്കൊണ്ടിരിക്കുക. വാട്ട് ഇഫ് ദാറ്റ് എക്സ്പെൻഡിച്ചർ കുഡ് ഓൾസോ ഏൺ യുവർ ഇൻകം? ആ എക്സ്പെൻഡിച്ചർ, വീട്ടിലെ ദൈനംദിന ചെലവ് നിങ്ങൾക്ക് വരുമാനമായി മാർഗം ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജീവിതം പാടെ മാറി മറിയും അല്ലേ? ആലോചിക്കേ.
നിങ്ങളുടെ ചെലവ് നിങ്ങൾക്ക് വരുമാനമായി മാറാൻ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വാക്കിന് പ്രസക്തിയുണ്ട്. ഹെൽത്തി ഗോൾസ് മേ ബി നിങ്ങളുടെ ആരോഗ്യത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിരിക്കാം. വെൽത്ത് ഗോൾസ് നിങ്ങൾ സമ്പത്ത് ഉണ്ടാക്കുന്ന കാര്യമായിരിക്കാം. മേ ബി ഹാപ്പിനെസ് ഗോൾസ് സന്തോഷമുള്ള കാര്യമായാലും എന്ത് കാര്യമായാലും നമ്മൾ ചേഞ്ച് ചെയ്യുന്ന തയ്യാറായി നമുക്ക് കിട്ടുന്ന കാര്യം ഉറപ്പാണ്. എന്താ നമുക്ക് നോക്കാം. ചേഞ്ച് യുവർ ലൈഫ് ബൈ സിംപ്ലി ഡൂയിങ് തിങ്സ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവുക. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇഞ്ച് ബൈ ഇഞ്ച് എവറിത്തിങ് ഈസ് ഇഞ്ച് എന്ന് പറയുന്നത്. ഞാൻ മാരത്തൺ ഓടാൻ പോയിട്ടുണ്ട്. അത് ദൂരമുണ്ട്, 41.5 കിലോമീറ്റർ ഉണ്ട്. മുംബൈ മാരത്തൺ ഓടാൻ പോയത്. എനിക്കത് അറിയില്ല എനിക്ക് പറ്റുമെന്ന്. എനിക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ പതുക്കെ പതുക്കെ ഒരു 3-4 മാസം പ്രാക്ടീസ് ചെയ്ത് ഓടാൻ പോയി. അപ്പൊ 41.5 കിലോമീറ്റർ ഓടിയത് ഞാൻ ആദ്യം ഓരോ സ്റ്റെപ്പ് ഓടി നമ്മുടെ നാട്ടിൽ കിടന്ന് ഓടി അപ്പൊ കോൺഫിഡൻസ് കിട്ടി. അങ്ങനെയാണ് ഓട്ടം കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ കംപ്ലീറ്റ് ചെയ്ത ഓട്ടം. എനിക്ക് ഇപ്പോഴും സ്വപ്നം കാണാൻ പറ്റുന്നില്ല, ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റി എപ്പോഴും ഞാൻ അത്ര ചിന്തിച്ചുള്ളൂ, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, എല്ലാവരും വിജയിക്കൂ? വിജയിക്കത്തില്ല. കാരണം എന്താ? ചേഞ്ച് ചെയ്യാൻ തയ്യാറാത്തതുകൊണ്ട് മാത്രമാണ്, വേറെ യാതൊരു പ്രശ്നത്തില്ല. അപ്പൊ ദെൻ ഡൂയിങ് തിങ്സ് ഡിഫറെന്റ്ലി. എങ്ങനെ? സ്മാർട്ട്ലി. നമുക്ക് എല്ലാ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട്, പക്ഷെ നമുക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല. എല്ലാവരുടെ കയ്യിലും 95% ആൾക്കാർ സ്മാർട്ട് ഫോൺ ഇട്ടുണ്ട്. നമ്മൾ ആകെ നോക്കണം എന്താ ചെയ്യണത്? ഒരു ഗൂഗിളിൽ നോക്കും, ഒരു വാട്സപ്പ് നോക്കും, ചിലപ്പോ ഒരു എന്തെങ്കിലും വീഡിയോ ആണ്, അത്രേ ഉള്ളൂ. ഒരെണ്ണം അങ്ങോട്ട് അയക്കും, ഒരെണ്ണം ഇങ്ങോട്ട് അയക്കും. പക്ഷെ നമ്മുടെ മക്കളെ ഏൽപ്പിച്ച് നോക്കി, 10 വയസ്സുള്ള നിങ്ങൾ മക്കളെ ഏൽപ്പിച്ച് നോക്കി, അവൻ കാണിച്ചു തരും എന്താണ് സ്മാർട്ട് ഫോൺ എന്ന്. അവരെ കണ്ട് പഠിക്കാൻ നോക്കും. അതാണ് ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറയുന്നത്. സിംപ്ലി അവരിൽ നിന്ന് ശിക്ഷപ്പെടുക ചില കാര്യങ്ങളിൽ. ദെൻ വിത്ത് പർപ്പസ്. മോദി കെയറിന്റെ ബിസിനസ് നിങ്ങൾ എൻട്രി ചെയ്യണമെങ്കിൽ ഒരു പർപ്പസ് ഇല്ലെങ്കിൽ ദയവ് ഇത് സ്റ്റാർട്ട് ചെയ്ത് വ്യക്തമായ പർപ്പസോട് സ്റ്റാർട്ട് ചെയ്യണം. ഒരു കസ്റ്റമറായിട്ട് നിൽക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് കസ്റ്റമർ ആകാൻ പറ്റും. ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ, അഡ്വൈസർ ആണെങ്കിൽ ഇതിന് വ്യക്തമായ ലക്ഷ്യം എഴുതി വെച്ച് ഒട്ടിച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയോ നിങ്ങൾ അച്ചീവ് ചെയ്യും. ദെൻ മോദി കെയർ വൺ ഓപ്പർച്യൂണിറ്റി, എൻഡ്ലെസ് പോസിബിലിറ്റീസ്. ഞാനിപ്പോ സംസാരിക്കുന്ന രീതിയുണ്ട്, ഇനി സംസാരിക്കാൻ എന്നെ ഇത്രമാത്രം എന്റെ ചേഞ്ച് ചെയ്ത്, എന്റെ ലൈഫ് ടോട്ടലി ചേഞ്ച് ചെയ്ത് ഈ ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിനും അങ്ങനെ ആയിരുന്നില്ല. പിന്നെ ടോട്ടലി ഞാൻ എടുത്തെറിഞ്ഞേക്കുക. വേറെ നിവൃത്തിയില്ല. കാര്യം എനിക്കറിയാം ഞാൻ മാറ്റം വന്നില്ലെങ്കിൽ ഞാൻ ശരിയാവില്ല. അപ്പോ ഡെയിലി ഷോപ്പിംഗ് ഇനി ശ്രദ്ധിക്കുക. നമ്മൾ വീട്ടിലേക്ക് എടുത്താൽ ഡെയിലി വാങ്ങിക്കുന്ന സാധനങ്ങൾ, ഡെയിലി സേവിങ് പ്ലസ് ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഈ മോദിക്കുക. അതെല്ലാത്തിന്റെ കോമ്പിനേഷൻ മോദിക്കുക. ഡോണ്ട് ജസ്റ്റ് സ്പെൻഡ്, വെറുതെ പൈസ ചെലവാക്കണ്ട. സ്റ്റാർട്ട് ഏണിങ്. നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന പൈസ മുഴുവൻ നിങ്ങൾക്ക് വരുമാനമായി തരാൻ പോവാണ്. സ്റ്റാർട്ട് ഗ്രോയിങ്. നിങ്ങൾ വളരാൻ പോകും, തീരുമാനിച്ചോളുക. ബാക്കി നിങ്ങൾ എത്തിക്കുന്ന കാര്യം ഈ മീറ്റിംഗിന്റെ സമയത്ത് ഞാൻ ചെയ്യും. ബാക്കി നിങ്ങളെ ആരാണോ ഇൻവൈറ്റ് ചെയ്ത് ആദ്യമായിട്ട് നിങ്ങൾ ഇരിക്കണം, തീർച്ചയായിട്ടും ഇരിക്കണം. Then Modi Care, India's first direct selling company, started in the year 1996. 1996 സ്റ്റാർട്ട് ചെയ്ത കമ്പനി 29 വർഷമായി. മനസ്സിലായി? ഇദ്ദേഹം ട്രാൻസ്ഫോമിംഗ് ദ ലൈഫ്സ് ഓഫ് മില്യൺസ് ഓഫ് ഡയറക്ട് സെല്ലേഴ്സ്. ഇതിൽ വരുന്ന ആൾക്കാരുടെ ലൈഫ് ടോട്ടലി ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? അത് പഠിക്കട്ടെ. ഇത് എവിടെ നിന്ന് ആരംഭിച്ചത്? ഈ ഇൻഡസ്ട്രി വന്നിട്ട് 10-90 വർഷം മുമ്പായി. അമേരിക്കയാണ് ലോകത്തിൽ ഏറ്റവും നമ്പർ 1 നിൽക്കുന്നത്. അവിടെ ആ രാജ്യത്തിൽ 3000 കമ്പനികളുണ്ട്. ജനസംഖ്യ 33 കോടിയുള്ളൂ. 3 ലക്ഷം കോടി വിറ്റുവരവുണ്ട്. 3 ലക്ഷം കോടി. ഇദ്ദേഹം അമേരിക്കയിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോയതാ. മിസ്റ്റർ സമീർ കുമാർ മോഡി, ഇദ്ദേഹമാണ് നമ്മുടെ ഫൗണ്ടർ. എനിക്ക് വലിയ ഇഷ്ടം അദ്ദേഹം. അദ്ദേഹത്തിന്റെ വിഷൻ എന്നറിയോ? ആസാദി ഫോർ എവരി ഇന്ത്യൻ. ഓരോ ഇന്ത്യക്കാർക്ക് ആസാദി കൊടുക്കുന്നു. സാമ്പത്തികം നിങ്ങൾ ഉയർത്തണമെന്നു. അതിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആൾക്കാര് ലക്ഷങ്ങളിലധികം വരുമാനം വാങ്ങിക്കുന്നത്. എന്റെ സ്പോൺസർ വാങ്ങിയ വരുമാനം അതാണ് എന്നെ നശിപ്പിച്ചത്. അദ്ദേഹം ഒരു 30 ലക്ഷം രൂപ മാസ വരുമാനം വാങ്ങിക്കുന്നു. എല്ലാ മാസവും 5 ലക്ഷം രൂപ GST കൊടുക്കുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? അത് നിങ്ങൾക്ക് ആകാൻ പറ്റും. പിന്നെ അദ്ദേഹവും നിങ്ങളും ഞാനും എല്ലാം ചെന്നിരിക്കുന്ന സെയിം ഓപ്പർച്യൂണിറ്റിയിലാണ്. ഞാൻ സർവീസ് ചെയ്യാൻ നേരെ ഇങ്ങോട്ട് കയറാനുള്ള ഒരു കാരണം അതാണ്. അടുത്ത കാര്യം പറയാം. ഇദ്ദേഹം ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പഠിക്കുന്നു, MBA പഠിക്കുന്നു, തിരിച്ചിറങ്ങുന്നു. അപ്പൊ അമേരിക്കയിലെ ഒരു രാജ്യത്തിന്റെ, ഇംഗ്ലണ്ടിന്റെ കോളനി ആയിരുന്ന അമേരിക്ക, അടുപ്പത്തുണ്ടായിരുന്ന അമേരിക്ക എന്ന രാജ്യം ഇത്ര സമ്പന്നമാകാൻ കാരണം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. നേരിട്ടുള്ള വിപണന രീതിയാണ്. ആ വിപണന രീതി എന്താണെന്ന് പഠിക്കേണ്ടത്. ഇത് പഠിക്കേണ്ട വിഷയം. നമ്മൾ ഇതിനെക്കുറിച്ച് വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കിട്ടുമ്പോ ദയവ് ഇതിനെ വിലയിരുത്തരുത്. അത് ഭയങ്കര അബദ്ധമായി മാറും. ഈ 22 years ആയിട്ട് ഈ മോദി എന്റർപ്രൈസസ് സ്ഥാപനം ഇന്ത്യയിലുണ്ട്. ഇതിന്റെ ഫൗണ്ടർ കണ്ടോ? ആദ്യം പറയുന്നത് റായ് ബഹദൂർ കുത്തുമാൻ മോഡി. 1933 മോദി എന്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 33 നമ്മളൊന്നും ജനിക്കുന്നതിന് മുമ്പ്.
അദ്ദേഹത്തിന് വിഷൻ എന്താണെന്ന് അറിയോ? ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ വലിയ മാറ്റം ഉണ്ടാക്കിയ വ്യക്തി അദ്ദേഹം, ട്രാൻസ്ഫോം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. പിന്നീട് അതിന്റെ മകൻ ലേറ്റ് കിഷൻ കുമാർ മോഡി അത് ഏറ്റെടുത്തു. നമ്മൾ ഫോട്ടോ കാണുന്ന വ്യക്തി അത് ഏറ്റെടുത്തു, കെ മോഡി. അപ്പൊ അച്ഛൻ ചെയ്ത ബിസിനസ് അച്ഛൻ ചെയ്തത് 27 വ്യവസായങ്ങൾ ഇന്ത്യ ചെയ്തിട്ട് ഇന്ത്യയുടെ എക്കണോമിയിൽ വലിയ വളർച്ച ഉണ്ടാക്കിയ വ്യക്തിയാണ് അദ്ദേഹം, നിസ്സാരക്കാരനല്ല. അപ്പൊ അദ്ദേഹത്തിന് അതിന് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കേണ്ടായി. ഇപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുക, നമ്മുടെ ചരിത്രം നോക്കുക, ഫാമിലി നോക്കുക, ഉഗ്ര ഹിസ്റ്ററിയാണ്. ദെൻ കെ മോഡി വന്നു. കെ മോഡി അത് അച്ഛൻ ചെയ്ത 27 വ്യവസായങ്ങൾ 120 രാജ്യങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്തു. അതോടെ 90,000 കോടി വരെ വിറ്റുവരവായി. 36,000 ആളുകൾ ഇതിനകത്ത് എംപ്ലോയീസ് ആയിട്ട് വന്നു. പിന്നെയൊക്കെ ചരിത്രമാണ്. ഇതൊരു അദ്ദേഹം ഈ സമീർ മോദി എന്ന് നമ്മളിപ്പോ കാണുന്ന അദ്ദേഹം ജനിക്കുമ്പോ ഈസ് എ മൾട്ടി മില്യണർ. ഇന്ത്യയിലെ 5ാമത്തെ കോടീശ്വരന്മാരുടെ ഫാമിലിപ്പെട്ട ടാറ്റ, ബിർള, ഗോയങ്ക, ടാപ്പർ മോഡി. ആ മോഡി ആണ് ഞാൻ പറയുന്ന മോഡി. ദെൻ മോഡി കെയർ നോക്കൂ, 470+ പ്രൊഡക്ട്സ്, 870+ SKU. 18 കാറ്റഗറിയിൽ 890 നിങ്ങൾക്ക് റെക്കോർഡ് എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാം. 18 കാറ്റഗറിയിൽ 890 പ്രൊഡക്റ്റ് കമ്പനിക്കുണ്ട് ഇന്ന് വരെ. നാളെയും പെട്ടെന്ന് വേറെ പ്രൊഡക്റ്റ് വരുന്നുണ്ട്. അതേ തമാശ. ഇത് ലാവിഡ് ഗ്യാരണ്ടി. വാവ്, ആ വാക്കാണ് ഇമ്പോർട്ടന്റ്. വാങ്ങിച്ച് പൊട്ടിച്ച് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മടക്കി കൊടുത്താൽ പണം മുഴുവൻ തിരിച്ചു തരും. ആ ഗ്യാരണ്ടി കൊടുക്കാൻ ഇന്ത്യയില് ചങ്കൂട്ടുള്ള അധികം കമ്പനിയൊന്നും ഇല്ല. അതിൽ ഫസ്റ്റ് കമ്പനി മോദിക്കാരാണ്. അത് സമീർ മോദി താഴെ ഒപ്പിട്ടിട്ടുണ്ട്. ഈ കാറ്റഗറി കാണുന്നുണ്ട്. വെൽ, നമ്മുടെ ആരോഗ്യം ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഞാൻ എന്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ കാണിച്ചത്. ഇത് കാൽസ്യം കോംപ്ലക്സ് ആണ്. ചീര നിറത്തെ കാൽസ്യം. ഇത് ഗ്ലൂക്കോസമേ. ഇത് മുട്ട് തേയ്മാനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന, ജോയിന്റ്സ് ഹെൽത്ത് മാറ്റുന്ന സംഗതി. ഇത് വിറ്റമിൻ D3. ഇത് ഷിഫ്റ്റ് ലൈഫ്. ഇതിന്റെ പേര് ഗ്ലോ ബൂസ്റ്റ് എന്നാണ്. നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഉൽപ്പന്നം. ഇതിന്റെ പ്രോബയോട്ടിക് 50 ബില്യൺ CFU. ഈ പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാല് നമ്മുടെ വയറിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ മാറ്റിത്തരും. മുഴുവൻ അത്ഭുതകരമാണ്. അപ്പൊ അങ്ങനത്തെ നമ്മുടെ വയറ്റിലുള്ള ഉള്ളിലുള്ള നല്ല അണുക്കൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്നത്. ഇത് കണ്ടാൽ തന്നെ എന്ത് ഭംഗിയാ നോക്കി. ഈ പ്രൊഡക്റ്റ് നമ്മുടെ 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 ഫോറിനേഴ്സിന്റെ കണ്ടീഷനാണ്. അതേപോലെ ഒന്നുകൂടി കാണിക്കുക. ഇത് ഊതിന്റെ ഇതാണ് നമ്മളെ ഫേസ് വാഷാണ്. ഈ ഫേസ് വാഷ് ഒരു സാധാരണ ഫേസ് വാഷ് അല്ല, കാണാൻ പറ്റുന്നില്ല. അല്ല, സാധാരണ ഫേസ് വാഷ് അല്ല. ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷാണ്. കാര്യം ഇത് ഫോമിങ് ഫേസ് വാഷാണ്. എന്തൊരു സ്മെല്ലാന്നറി. ഇത് ഞാൻ ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടമായി. ഓരോരോ പ്രൊഡക്റ്റും എന്തൊക്കെ പ്രൊഡക്റ്റ് ഇറങ്ങിയോ അതെല്ലാം ഞാൻ വാങ്ങിക്കുക, അതെല്ലാം ഞാൻ ഉപയോഗിക്കുക. ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആർട്ടിൽ ഷെയർ ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. ദെൻ അർബൻ കളറില് കുറെ അധികം കളർ കോസ്മെറ്റിക്സ് ഐറ്റംസ്, സ്റ്റോഗയില് സ്കിൻ കെയർ ഐറ്റംസ്. മോദിക്ക് തന്നെ എൻവറോൺ ചിപ്പ് മൊബൈലിന്റെ ബാക്കിൽ ഒട്ടിച്ചു വെക്കുന്ന ചിപ്പാണ്. ബുക്കു വാട്ടർ പ്യൂരിഫയർ, വാട്ടർ പിക്ചർ, എയർ പ്യൂരിഫയർ. ദെൻ വെലോസിറ്റി നമ്മൾ ഗ്രൂമിങ് ഐറ്റംസ്. ദെൻ ഫുഡ് ഓഫറത്തിനകത്ത് പേഴ്സണൽ കെയർ ഐറ്റംസ്. ഫ്രഷ് മൊമെന്റ്സിനകത്ത് നമുക്ക് പല്ലിനെ സംരക്ഷിക്കുന്ന ഡെന്റൽ കെയർ, പേസ്റ്റ്, ബ്രഷ്, അങ്ങനത്തെ ഐറ്റംസ്. എസെൻഷ്യലിനകത്ത് കുറെ പേഴ്സണൽ കെയർ ഐറ്റംസ് വേറെ ഉണ്ട്. സാലോണിനകത്ത് നമുക്ക് കുറെ ഹെയർ കെയർ ഐറ്റംസ് വേറെ ഉണ്ട്. സോൾട്ട് ഫ്ലേവേഴ്സിനകത്ത് ഫുഡും ബെവറേജ് കുറെ ഐറ്റംസ്, മസാലകളും എല്ലാം ഇന്ത്യയിൽ കിട്ടാവുന്ന ഹയസ്റ്റ് ക്വാളിറ്റി മസാലകളും. ഇവിടെ എന്താ പറയാ, ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഡയബറ്റിക് റൈസ്, ലൈസമിക് ഇൻഡെക്സ് 50 എന്നുള്ള റൈസ്. ആ റൈസ് കഴിച്ചാൽ ഷുഗർ കൂടുതലില്ല. ഇതൊക്കെ എന്നെ ഞാൻ ആരോഗ്യ മേഖലയിലെ മെഡിക്കൽ ഒരു സീനിയർ സൂപ്രണ്ടാണ്. അവിടെ അറിയാത്ത അറിവാണ് ഇതിനകത്ത് അറിയുന്നത്. അതിന് കരയിലെ ജാമൻ ജ്യൂസ് കഴിച്ച് കുറെ പേര് ഷുഗർ അപ്പൊ തന്നെ കൺട്രോൾഡായി. ഗ്ലൂക്കോസും വെച്ച് മുട്ടുവേദനയുടെ പ്രശ്നം മാറി കിട്ടി. അപ്പൊ പ്രശ്നങ്ങളൊക്കെ സൊല്യൂഷൻ അത്. ശ്വാസം മുട്ട് ആളുകൾക്ക് റെസ്പിറേറ്ററി കെയർ. ഇത് ഫോറിനിൽ കിട്ടുന്ന, ഫ്രാൻസിൽ കിട്ടുന്ന സ്പ്രേ ആണ്. ഈ സ്പ്രേ നമുക്ക് കിട്ടുകയാണ്, നമ്മുടെ കമ്പനി പിടിക്കും. ഇങ്ങനെ വണ്ണം കുറയ്ക്കുന്ന പ്രൊഡക്റ്റ്. ഇത് പറയാൻ കാരണമുണ്ട്. ഇനിയത്തെ അടുത്ത വലിയ ഇൻഡസ്ട്രി ഇതാ. ഇത് 3 മാസം കഴിച്ചപ്പോൾ എന്റെ 9 കിലോ കുറച്ചു. 3 മാസം. അപ്പൊ അതാണ് ഈ പ്രൊഡക്റ്റ് ഷേപ്പ് ഷിഫ്റ്റ്. ഇങ്ങനെയുള്ള റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് കമ്പനികൾ. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഷേപ്പ് ഷിഫ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബോഡിക്കും മൈൻഡിനും നമ്മുടെ ടെക്നോളജി വഴി തരുന്ന, സയൻസ് ശാസ്ത്രം ഉൾക്കൊണ്ടിട്ടുള്ള, എല്ലാ റിസർച്ച് കഴിഞ്ഞിട്ടുള്ള, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, നമുക്ക് പറയുന്ന കാര്യം 100% ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ കമ്പനിക്കുള്ളൂ. ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം ഈ ഗ്യാരണ്ടിയും ഈ ക്വാളിറ്റിയും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് ഞെട്ടിപ്പോയത്. ദൈവം, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഞാൻ എന്റെ സർവീസിൽ കണ്ടിട്ടില്ല, എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ ഇഷ്ടം കൊണ്ടാണ് ചെയ്യണത്.
ദെൻ ഷിഫ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കുറേയധികം പ്രൊഡക്റ്റ്, നേരത്തെ കാണിച്ച ബ്ലൂ ബാസ് ഒക്കെ പറഞ്ഞ സാധനം, റെസ്പിറേറ്ററി കെയർ, അതുപോലെ നമ്മുടെ വെജ് കൊളാജൻ, ഗ്ലൂട്ടാത്താനുള്ള കൊളാജൻ ഇതിനകത്തുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ഒരു 10 വർഷം ബാക്കോട്ട് പോകും. അയ്യോ അത് വേണ്ട സാറേ, 10 വർഷം പ്രായം കുറഞ്ഞ വിരോധമുണ്ടോ? ഒരു 12 ആഴ്ച കൊണ്ട്. അതാണ് നമ്മുടെ വെജ് കൊളാജൻ. ഇങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ ഇറങ്ങി എന്ത് സംഭവിക്കും? നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ പൈസ മുടക്കി ഹോങ്കോങ്ങിലൊക്കെ പോയാണ് ചികിത്സിക്കുന്നത് നോൺ വെജ് കൊളാജൻ ഉപയോഗിച്ചിട്ട്. ഇത് വെജ് കൊളാജൻ. ഷേപ്പ് ഷിഫ്റ്റാണ് ഞാൻ പറഞ്ഞ വണ്ണം കുറയുന്ന പ്രൊഡക്റ്റ്. ഫോറസ്റ്റ് നെക്ടർ ഞാൻ നേരത്തെ കാണിച്ച ആ മുഖം കഴുകുന്ന സംഗതികള്, മുടി ക്ലീൻ ആക്കേണ്ട സംഗതികൾ, മുടി കുഴിച്ചിൽ മാറുന്ന സംഗതികൾ, അങ്ങനത്തെ ഐറ്റംസ്. സോൾ സ്റ്റഫ് അടുത്ത റേഞ്ച്. അടുക്കളയില് അടുത്ത വിപ്ലവം. അടുക്കളയിൽ വെച്ചിട്ടുള്ള പാത്രങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ അപകടകരമാണ്. ആ പ്ലാസ്റ്റിക്സ് നമുക്ക് ഒരുപാട് ഫുഡ് വെച്ച് കഴിഞ്ഞാൽ ഫുഡിനകത്ത് ആ പ്ലാസ്റ്റിക്കിന് വിഷാംശങ്ങളൊക്കെ അടിയാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ സോൾ സ്റ്റഫിന്റെ പാത്രങ്ങൾ ഇപ്പൊ കിട്ടും. ആ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭക്ഷണം 10 വർഷം വെച്ചാലും ചീത്താവില്ല. അതിനകത്തുള്ള വായു മുഴുവൻ വലിച്ചെടുത്ത് ഈ സാധനം സൂക്ഷിച്ചാൽ അത്ര ഹൈ ഗ്രേഡ് ആയിട്ടുള്ള കിച്ചന് വേണ്ട ഉൽപ്പന്നങ്ങൾ മോദിക്ക് ഇറക്കിയിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി, നമുക്ക് ഉപയോഗിക്കാനും നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാനും. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമുള്ള വെൽനസ് ഉൽപ്പന്നങ്ങൾ മാത്രമേ മോദിക്കണതുള്ളൂ. എന്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ബിസിനസിന്റെ? ലോ സ്റ്റാർട്ടപ്പ് കോസ്റ്റ്. നമുക്ക് ആവശ്യമുള്ള സാധനം വാങ്ങി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറയും അങ്ങനെ ചെയ്യരുത്. ഈ കമ്പനി നമ്മുടെ സ്മാർട്ട് ഷോപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇത്ര പൈസ മുടക്കി സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നും നിർബന്ധത്തില്ല. സ്മാർട്ട് ഷോപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള 3 മാസം പ്രൊഡക്റ്റ് വീട്ടിൽ വാങ്ങിച്ചു വേണം ബിസിനസ് ചെയ്യാനുണ്ട്. ഞാൻ അങ്ങനെ പറയുള്ളൂ. എല്ലാവരോടും ഞാൻ അങ്ങനെ പറയുന്നത്. എന്താ കാരണം? എന്നാലും നിങ്ങൾ വേണ്ടപ്പെട്ട കാണിച്ച് ഈ പ്രൊഡക്റ്റ് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു സ്മാർട്ട് ഷോപ്പായിട്ട് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും. അത് ആദ്യം പഠിക്കണം സർ. വെറുതെ ഒരു പേസ്റ്റ് മാറ്റി ബ്രഷ് മാറ്റി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രിഫേർഡ് കസ്റ്റമർ ആയാൽ മതി. അതിന്റെ ബെനിഫിറ്റ് അതിനകത്ത് ലഭിക്കും. 400 പ്രൊഡക്റ്റ് നമുക്കുണ്ട്. 890 മൊത്തം പ്രൊഡക്റ്റ് നമുക്കുണ്ട് 18 കാറ്റഗറിയിൽ. നമുക്ക് ഇതിലൂടെ എന്തിനാണ് ചെയ്യണമെന്ന് അറിയും. മോദിക്ക് ഒരു ബിസിനസ്സാണ് ചെയ്യണമെങ്കിൽ നമുക്ക് പാസീവ് ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. പാസീവ് ഇൻകം ഏൺ ചെയ്യാന്ന് പറയുന്നത് ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് നമുക്ക് എന്നും വരുമാനം തരും. നമ്മുടെ കാലശേഷം മക്കൾക്കും കൊച്ചുമക്കൾക്കും ഇത് എൻജോയ് ചെയ്യാന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷം നോക്കി. നമ്മുടെ മക്കൾക്ക് അവർക്ക് വേണ്ട ലൈഫ് സ്റ്റൈൽ കൊടുക്കാൻ പറ്റില്ല വെച്ചു. ഈ ബിസിനസ് 2 വർഷം 3 വർഷം ചെയ്താൽ നിങ്ങൾക്ക് 5-10 ലക്ഷം വരുമാനം വാങ്ങിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കുടുംബശ്രീയിലെ അതെനിക്ക് പറയാണ്ട് ഒരുപാട്. കണ്ണൂരത്തെ ഒരു ജേക്കബ് സാറും ഒരു ജെബീസ് ഫാത്തിമ എന്ന് കൊല്ലത്തെ ഫാമിലിയൊക്കെ ഉണ്ട്. അവര് വർഷങ്ങൾക്ക് മുമ്പ് മോദിക്കേറി ഇപ്പൊ ജെബീസ് ഫാത്തിമ മരിച്ചിട്ട് ജെബീസ് സാർ മരിച്ചിട്ട് കൊല്ലം സ്വദേശി അവർ മരിച്ചിട്ട് ഏതാണ്ട് 3 വർഷം കഴിഞ്ഞു. വൈഫിന് ഇപ്പോഴും ഹസ്ബൻഡിന് ലഭിച്ച അതേ വരുമാനം വൈഫിന് 3 ലക്ഷം മേളിൽ മാസ വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുക. അവർ 10 വർഷം മുമ്പ് 10-15 വർഷം മുമ്പ് മോദിക്കേറി സ്റ്റാർട്ട് ചെയ്ത ഫാമിലിയാണ്. ജേക്കബ് സാർ ആണെങ്കിൽ 20 വർഷം മുമ്പ് മോദിക്കേറി സ്റ്റാർട്ട് ചെയ്യുക കണ്ണൂരിൽ നിന്ന്. ഒരു ആക്സിഡന്റ് വെച്ചിട്ട് മോൻ മാത്രം രക്ഷപ്പെട്ടു, അച്ഛനും മരിച്ചുപോയി. ആ കുട്ടികളെ പഠിപ്പിച്ചതും വളർത്തിയതും ഈ പാസീവും കൊണ്ടാണ്. ഇന്ന് മക്കൾ 10-22 വയസ്സായി. അപ്പൊ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. അങ്ങനത്തെ ഒരു ഇൻകം ഇതിനകത്തുണ്ടെങ്കിൽ ഗവൺമെന്റ് സർവീസിലാണ് ഞാൻ പെൻഷൻ പറ്റിയ എന്റെ പെൻഷന്റെ 4/1 എനിക്ക് വരുമാനം കിട്ടുള്ളൂ. ഇവിടെ നമ്മൾ വരുമാനം കൂടിക്കൊണ്ടിരിക്കുക. കാര്യം ബിസിനസ് കൂടുന്തോറും വരുമാനം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫ്ലെക്സിബിൾ വർക്ക് ഷെഡ്യൂൾ. ഞാൻ പാർട്ട് ടൈമായിട്ട് ചെയ്ത്, വൈഫാണ് ബിസിനസ് എൻട്രി ചെയ്ത് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചിരുന്നത്. പാർട്ട് ടൈമായിട്ട് കിട്ടിയ സമയം മാത്രം ഉപയോഗിച്ച് ചെയ്ത്. ദെൻ പേഴ്സണൽ ഗ്രോത്ത്. എന്റെ പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കിയത് ഈ ഇൻഡസ്ട്രിയാണ്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. ഇതിന് ട്രെയിനിങ്ങുകളൊക്കെ ഉണ്ട്, ഇമ്പാക്ട് പോലുള്ള ട്രെയിനിങ്ങൊക്കെ ഉണ്ട്. ആ ട്രെയിനിങ് ഇരുന്ന് നമുക്കൊരു 30 പേർക്കുള്ള ട്രെയിനിങ് ആണ്. നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡെവലപ്പ് ചെയ്യാനുള്ള പബ്ലിക് സ്പീക്കിംഗ് എല്ലാം പഠിപ്പിക്കുന്നുണ്ടാവും. അൺലിമിറ്റഡ് ഏണിംഗ് പൊട്ടൻഷ്യൽ. നമുക്ക് വളരാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നോ ഇൻവെന്ററി മാനേജ്മെന്റ് ഒന്നും ആവശ്യമില്ല, നമുക്ക് ചെലവൊന്നുമില്ല. ദെൻ കമ്മ്യൂണിറ്റി ആൻഡ് സപ്പോർട്ട്. നമ്മൾ എന്താ ചെയ്യണം? അവിടെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യണം. ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി എനിക്ക് പറഞ്ഞു കൊടുത്ത് എഡ്യൂക്കേറ്റ് ചെയ്ത് അവരെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് മാത്രം ചെയ്യുന്നുള്ളൂ. ഒരാളെ പിടിക്കുന്ന പരിപാടിയൊന്നുമില്ല ഇത്. കൊണ്ടെടുത്ത് വിൽക്കുന്ന പരിപാടിയല്ലത്. നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യാം. വിറ്റിട്ട് കുഴപ്പമൊന്നുമില്ല, വരുമാനം കിട്ടും. പക്ഷെ അതല്ല ഇൻഡസ്ട്രി. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ബിസിനസ് ചെയ്യണു, പാർട്ട് ടൈമായിട്ട് ചെയ്തു. ഇപ്പൊ എന്റെ ബിസിനസ് 14 സ്റ്റേറ്റിലുണ്ട്. 8 കോടി കച്ചവടം നടന്നു. കാരണം ഇതിന്റെ ക്വാളിറ്റി ഞാൻ മനസ്സിലാക്കി, ആ നോളജ് എനിക്ക് കിട്ടി. അതിനുള്ള സ്കില്ലുകൾ ഞാൻ ആർജിച്ചെടുത്തു. ട്രെയിനിങ്ങിലൂടെ സ്ഥിരമായിട്ട് ഫംഗ്ഷൻ പങ്കെടുത്തു. സ്ഥിരമായിട്ട് ഫംഗ്ഷൻ പങ്കെടുക്കണം. എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല, സമയമില്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യാതിരിക്കാൻ നല്ലത്. ഞാൻ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട്, ഈ സമയമില്ല സാറേ, സമയമില്ലെന്ന്. ഇയാൾ ഓടിക്കൊണ്ടിരിക്കുക, കാലത്തും വൈകിട്ടും ഓടിക്കൊണ്ടിരിക്കുക, എങ്ങും എത്തിയിട്ടില്ല.
അന്ന് ഈ ട്രെയിനിങ് പങ്കെടുത്ത് രക്ഷപ്പെടാൻ പറ്റുന്ന പറയുമ്പോഴത്തേക്കും പുള്ളിക്ക് ആദ്യം തലേ കയറിയില്ല, പിന്നെ തലേ കയറി ഇപ്പൊ ഇതേ നല്ല വരുമാനം വാങ്ങിക്കാൻ തുടങ്ങി. കണ്ടോ? അപ്പൊ കമ്മ്യൂണിറ്റിയും ഈ സപ്പോർട്ടും നമ്മൾ ആർജിക്കണം. എന്താണ് ഓപ്പർച്യൂണിറ്റി? നമ്മൾ ടു ഏൺ പെർ മന്ത് എല്ലാ മാസവും ഏൺ ചെയ്യാൻ പറ്റും. ചേഞ്ച് യുവർ ഷോപ്പ്. പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനത്തെ സമയത്ത് പയറ് പരിപ്പ് കടലൊഴിച്ചു ബാക്കി എല്ലാം മോദി കെയറിലുണ്ട്. നമുക്ക് എല്ലാ മാസവും വേണമെങ്കിൽ 3000 വാങ്ങിക്കാം, 5000 വാങ്ങിക്കാം, 10000 വാങ്ങിക്കാം. ഞാനൊരു 10000 മേളിൽ എല്ലാ മാസവും വാങ്ങിക്കുന്ന എത്തിയ 200-300 പോയിന്റ് വാല്യൂന്റെ ബിസിനസ് ഏതാണ്ട് 15000 സാധനം എല്ലാ മാസവും വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അതിന് ലോയൽറ്റി കിട്ടുന്നുണ്ട്. ഞാൻ പിന്നീട് പറഞ്ഞുതരാം. പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണ്? സ്പോൺസർ 4 പീപ്പിൾ. എന്താണ് 4 പീപ്പിൾ? 4 പേരെ സ്പോൺസർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. നിങ്ങളുടെ ബ്രാഞ്ചുകളാണ്, നിങ്ങളുടെ ഏറ്റവും അടുത്ത നിങ്ങളുടെ ബ്രദറിലോയോ, നിങ്ങളുടെ മകനോ, നിങ്ങളുടെ ഫാദറോ, നിങ്ങളുടെ ഇളയച്ചനോ അങ്കിളോ ആരാണോ അവരെയാണ് കൊണ്ടുവരേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ആക്കാൻ. എന്താ കാരണം? അവർക്കും വലിയ വരുമാനം വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യമാണിത്. അവരുടെ വലിയ ബ്രാഞ്ച് ഫോം ചെയ്ത് ഫ്രാഞ്ചൈസി മോഡലാണ് വർക്ക് ചെയ്യുന്നത്. അല്ല അവരെ കൊണ്ടുവന്നിട്ട് ചെയ്യാൻ അവരെ സ്വന്തമായിട്ട് എക്യുപ്ഡ് ആക്കി ഈ കാര്യങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അവരെ പഠിപ്പിച്ചാൽ മതി. സമീർ മോദി വെച്ചേക്കുന്ന പ്ലാൻ നമുക്ക് നോക്കാം. ദിസ് ഈസ് ഫോർ മോർ ദാൻ എ പ്ലാൻ. ഇതിന്റെ ആ കാഴ്ചപ്പാട് പറയാം. അദ്ദേഹം പ്രോമിസ് ചെയ്യാണ്, നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റെപ്പ് വെക്കുവാണെങ്കിൽ ഞാൻ 2 സ്റ്റെപ്പ് വെക്കാന്ന്. അതിന് ഫുൾ ഗ്യാരണ്ടി തരാം. ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. അത്രയും ശുദ്ധ ഹൃദയമുള്ള മനുഷ്യനാണ്. എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഒരു കച്ചവടക്കാരന്റെ മൈൻഡല്ല അദ്ദേഹത്തിന്. ശരിക്കും നമ്മളെ 29 വർഷമാണ് ഞാൻ എനിക്ക് ചരിത്രം മനസ്സിലാക്കി. 6 വർഷം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ചരിത്രം കൊണ്ട് എന്റെ സീനിയേഴ്സിന്റെ ഒക്കെ എക്സ്പീരിയൻസ് ഞാൻ മാക്സിമം ഉപയോഗപ്പെടുത്തുക. വരുമാനം നോക്കുക, 72% പേ ഔട്ടാണ്. ഇത് പഠിക്കണം നിങ്ങൾ. അപ്പൊ എത്ര വോളിയം നിങ്ങൾ ഉണ്ടാക്കുന്നു അതിന് 72% വരെ വരുമാനം നിങ്ങൾക്കും നിങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും ലഭിക്കും. ഇതൊരു കോമ്പൻസേഷൻ പ്ലാൻ പണിയെടുക്കുന്നവർക്ക് നല്ല വരുമാനത്ത് തുടക്കത്തിൽ ഒരു 2-3 വർഷം നന്നായി വർക്ക് ചെയ്യാല് 3 to 5 year കൊണ്ട് ഒരു 5 to 10 lakh rupees ഏൺ ചെയ്യാൻ ഉള്ള പൊട്ടൻഷ്യൽ ഇതിനകത്തുണ്ട്. എന്റെ സ്പോൺസർ ഇൻകം 30 ലക്ഷമുണ്ട്. ഞാൻ പറയുന്നതിനകത്ത് ഒരു വെള്ളം ചേർത്തിട്ടില്ല. നമുക്ക് ആകെ 4 ഓർഗനൈസേഷൻ മതി. അത് വലിയൊരു കാര്യമാണ്. വളരെ സ്പീഡ് ഗ്രോത്ത് ആണ്. ഇതിനകത്ത് വലിയൊരു പ്രോഗ്രാം ഉണ്ട്, പവർ ഓഫ് 4 എന്ന് പറയും. അത് 4 ഗ്രൂപ്പ് പറഞ്ഞു. ഈ 4 ഗ്രൂപ്പിലൂടെ തന്നെ പോകണം. എല്ലാ റാങ്കും നിങ്ങൾക്ക് 4 ഗ്രൂപ്പിലൂടെ നേടാൻ പറ്റും. നമുക്ക് ഇൻസെന്റീവ്സ് എല്ലാം എങ്കിലും അപ് ടു ഡേറ്റ് തരാം. പിന്നെയും വെക്കുന്നില്ല. എത്ര ഗ്രൂപ്പ് താഴത്തേക്ക് ഗ്രൂപ്പ് വളർത്തി അവരെല്ലാവരെയും ആ രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് എല്ലാവർക്കും തന്നെ ഒരു 5 to 10 lakh rupees എങ്കിൽ നമുക്കൊരു 5 വർഷം കൊണ്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന പ്ലാനാണിത്. ഈ പ്ലാൻ ഇറങ്ങിയിട്ട് ആകെ 6 മാസമായിട്ടില്ല. ഇതിന്റെ പൊട്ടൻഷ്യൽ വളരെ ഹ്യൂജ് ആണ്. ഈ പഴയ നിലവിലുള്ള പ്ലാനാണ് കൂടുതൽ വരുമാനം വാങ്ങിച്ചതെങ്കിൽ അവരെല്ലാവരും നമുക്ക് ഒരു എക്സ്പ്രസ് ഹൈവേ ഉണ്ടാക്കുന്നേക്കാം. ഇനി നമുക്ക് മുമ്പോട്ട് സ്പീഡിൽ പോയാൽ മാത്രം മതി. ഇൻസ്റ്റന്റ് റിവാർഡ്സ് ആണ്, മന്ത്ലി കിട്ടുക റിവാർഡ്സ്. അപ്പോൾ നമുക്ക് മോസ്റ്റ് റിവാർഡിങ് ലോയൽറ്റിയാണ്. 3 ഇരട്ടി ബെനിഫിറ്റ് ഇപ്പൊ തരുന്നത്. നേരത്തെ മാക്സിമം 7000 എഴുതുന്ന മാസം കിട്ടിയെങ്കിൽ ഇന്ന് 10000 ആക്കി. ഒരു വർഷം കിട്ടുന്ന റോയൽറ്റി ബെനിഫിറ്റ് 30000 ആക്കി. അപ്പൊ ഇപ്പൊ ഏറ്റവും മോസ്റ്റ് അഡ്വാൻസ്ഡ് പ്ലാൻ ഇൻ ഇന്ത്യ. അപ്പൊ ഇന്ത്യയിലെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഹയസ്റ്റ് ഇൻകം കിട്ടുന്ന പ്ലാനാണ് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയാണ് പറയുന്നത്. എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ്. ആകെ 5 സ്റ്റെപ്പുകൾ കേട്ടോ, ശ്രദ്ധിച്ചേക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നൊക്കെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, ഷെയർ ചെയ്യുക. പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഡോക്യുമെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രിഫേർഡ് കസ്റ്റമർ ആവുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. പ്രൊഡക്റ്റ് മാത്രം വാങ്ങിക്കാം. ഇൻകം ലഭിക്കില്ല. ആ ലോയൽറ്റി കിട്ടും. 6 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് 1 മാസം പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. 12 മാസം കഴിഞ്ഞാൽ മൊത്തം 3 മാസം പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. അത് ലോയൽറ്റി. ഫസ്റ്റ് പർച്ചേസ് ഓഫറൊക്കെ ലഭിക്കും. അതാണ് പ്രിഫേർഡ് കസ്റ്റമർ കിട്ടുന്നത്. അദ്ദേഹം അഡ്വൈസർ ആയി കഴിഞ്ഞാൽ ഡോക്യുമെന്റ്സ് കൊടുത്ത് ആധാർ കാർഡിന്റെ കോപ്പിയും പാൻ നമ്പറിന്റെ കോപ്പിയും എല്ലാം കൊടുക്കണം. അതിന് ബാങ്ക് ബാലൻസ് കൊടുക്കാനും വാങ്ങിക്കുന്നതിന്റെ ഒക്കെ ബെനിഫിറ്റ് അതാത് മാസം 9-ാം തീയതി നിങ്ങളുടെ അക്കൗണ്ടിൽ കയറും. 9-ാം തീയതി ഡേറ്റ് മാറിയിട്ടില്ല. അപ്പൊ അതോടെ ലോയൽറ്റി പ്രോഗ്രാമും ഫസ്റ്റ് റീപർച്ചേസ് പ്രോഗ്രാം എല്ലാ മാസവും 15-ാം തീയതിക്ക് വാങ്ങിച്ചാൽ നമുക്ക് റീപർച്ചേസ് പ്രോഗ്രാം കിട്ടും. 10-ാം തീയതി ഒരു ഓഫർ ഉണ്ട്, 15-ാം തീയതി ഒരു ഓഫർ ഉണ്ട്, 20-ാം തീയതി ഒരു ഓഫർ ഉണ്ട്. ആ ഓഫർ ബാക്കി ഈ മാസം 28-ാം തീയതി നീട്ടിയിട്ടുണ്ട്. പുതിയ ആൾക്കാർക്ക് ബാധകമല്ല, പുതിയ ആൾക്കാർക്ക് മാസം അവസാനം വരെ കിട്ടും. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? യു പർച്ചേസ് മോദിക്കൽ പ്രൊഡക്റ്റ് ഒരു 1000 രൂപ വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 1330 രൂപയുടെ MRP ഉള്ള സാധനം ലഭിക്കുന്നത്. അത് കൊടുക്കുമ്പോൾ അത് നമുക്ക് ഒരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയെങ്കിൽ 330 രൂപ മാർജിൻ ലഭിക്കും. ഓക്കെ, ലോയൽറ്റി പ്രോഗ്രാം നോക്കുക. ഇത് നേരത്തെ പറഞ്ഞ കാര്യം 6 മാസം ചെയ്യുവാണെങ്കിൽ 6 മാസം ചെയ്ത പ്രൊഡക്റ്റിന്റെ ആവറേജ് എത്രയാണോ അത് 1 മാസം കിട്ടും, ഫ്രീ കിട്ടും. 12 മാസവും പിന്നെയും 2 മാസം പിന്നെ ഫ്രീ കിട്ടും. അങ്ങനെ മൊത്തം മാക്സിമം 30,000 വരെ ലഭിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഒരു ആവറേജ് 10,000 ഉണ്ടെങ്കിലല്ലേ 30,000 കിട്ടുള്ളൂ. അത് മനസ്സിലാക്കിക്കണം. അപ്പൊ ലോയൽറ്റിക്ക് ഏറ്റവും ചുരുങ്ങിയത് 1800 ആണ്. അങ്ങനത്തെ ആൾക്കാരെ ദയവ് ചെയ്ത് പ്രിഫേർഡ് കസ്റ്റമർ ആക്കിയാൽ മതി.
$1,800 വെച്ചിട്ട് 2,490 രൂപ അവർക്ക് 80% ലോയൽറ്റി മാത്രമേ കിട്ടുള്ളൂ. 2,500 മേളിലേക്ക് മാത്രമേ അവർക്ക് ഫുൾ ലോയൽറ്റി ലഭിക്കുള്ളൂ. ഇത് അറിഞ്ഞിരിക്കണം. റീപർച്ചേസ് പ്രോഗ്രാം പറഞ്ഞു. 1,000 പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ 100 തൊട്ട് 200 പ്രൊഡക്റ്റ് 200 പ്രൊഡക്റ്റ് ഫ്രീ ലഭിക്കും. 2,000 വാങ്ങിക്കുമ്പോൾ 250 350 പ്രൊഡക്റ്റ് ഫ്രീ ലഭിക്കും. 3,000 പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ 400 തൊട്ട് 500 രൂപ വരെയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് മോദിക്ക് പ്രൊഡക്റ്റ് ഫ്രീ ലഭിക്കും. 5,000 പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ 700 തൊട്ട് 900 വരെയുള്ള ഉൽപ്പന്നം നമുക്ക് ഫ്രീ ലഭിക്കും. ഇത് ഞാൻ പറയാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, ഏറ്റവും ഫൗണ്ടേഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ബിസിനസ് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് ഒരു മാസം 14,000 പർച്ചേസ് ചെയ്യുവാണെങ്കിൽ 14,000 പർച്ചേസ് നമുക്ക് 1,100 പർച്ചേസ് റീപർച്ചേസ് പ്രോഗ്രാം വരെ ഫ്രീ ലഭിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, അതും പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു, ഇഷ്ടപ്പെട്ടു, വേണ്ടവർക്ക് ഷെയർ ചെയ്തു, അവർ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി, അവർക്ക് അവരുടെ ആരോഗ്യം മെച്ചപ്പെട്ടു. എല്ലാം വെൽനസ് പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. കുളിക്കുന്നതും പാത്രം കഴുകുന്നതും എല്ലാം കെമിക്കൽസ് ഇല്ലാത്ത നാച്ചുറൽ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ 4 പേര് കൊണ്ടുവരുമാനം വരുന്ന പവർ ഓഫ് 4 എന്ന് പറയും. അത് മൈൽസ്റ്റോൺ നമ്പർ 1. അതിലൂടെ നമുക്ക് ഒരു 10,000 രൂപ ക്യാഷ് അവാർഡ് കമ്പനി തരും. അങ്ങനെ 4 ഓർഗനൈസേഷൻ കൊണ്ടുവന്ന് അവരെല്ലാവരും 50 PV മിനിമം ഉണ്ടാ പറയുന്നത്. മിനിമം 50 PG ആണെങ്കിൽ നമുക്ക് 1,000 rupees വരുമാനം കിട്ടും. അവര് 4 പേരും 250 PG ആണെങ്കിൽ നിങ്ങൾ ഡയറക്ടർ എന്ന് പറയും. കണ്ടോ, അത് വ്യത്യാസം. അവർക്ക് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ അടുത്ത ആംഗിളിൽ കയറാൻ പറ്റും. ടോട്ടൽ ഇൻകം ഡയറക്ടർ ആകുമ്പോൾ നിങ്ങളുടെ ഇൻകം ഒരു 5,160 രൂപ. ഇതാണ് എന്റെ ബേസിക് കാര്യം. ഓക്കെ, 1,100 പോയിന്റ് വരെ എത്തേണ്ടത്. ഇനി 4ാം സ്റ്റെപ്പ്, ഡയറക്ടറായി അടുത്ത കാര്യം ചെയ്യേണ്ടത് നിങ്ങളുടെ 4 ഓർഗനൈസേഷനും എയും ബിയും സിയും ഡിയും ഡയറക്ടർ ആക്കാൻ അടുത്ത ലക്ഷ്യം. അവിടെ നിങ്ങൾ പ്ലാറ്റിനം എന്ന ലെവലിലേക്ക് എത്തും. ഇൻകം നോക്കൂ, 1000 പവർ ഓഫർ ആണെങ്കിൽ 5,000 ഡയറക്ടർ, 15,000 പ്ലാറ്റിനം. നമുക്കറിയാം, ഇപ്പൊ ഒരു മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടി ഒരു സ്ഥലത്ത് പാർട്ട് ടൈം വർക്ക് ചെയ്യാൻ കിട്ടുന്ന ശമ്പളം ഒരു 15,000 16,000 15,000 രൂപ കൊടുക്കുന്നത്. ആ ഇൻകം നമുക്ക് വേണമെങ്കിൽ വരുന്ന 6 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ വാങ്ങിച്ചെടുക്കാം പ്ലാറ്റിനം ആയി കഴിഞ്ഞാൽ. ദെൻ അടുത്ത സ്റ്റെപ്പ് നോക്കുക, വരുന്ന 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് എടുത്ത് ഡബിൾ ഡയമണ്ട് എന്ന പൊസിഷനത്താണ്. അത് നിങ്ങളുടെ 4 ഗ്രൂപ്പിനെയും പ്ലാറ്റിനം ആക്കി എടുക്കാം. നിങ്ങളുടെ ഇൻകം 1 lakh പ്ലസ് ആയി. ഞാൻ ഗസറ്റഡ് ആയപ്പോൾ 26 വർഷം കൊണ്ടാണ് 1 lakh ഇൻകം കിട്ടിയത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത ഒരാൾക്ക് വേണമെങ്കിൽ വരുന്ന 1 വർഷം കൊണ്ട് 1 lakh വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ ഇതിന് സാധ്യത എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി നോക്കുക. ഇതൊരു ഗോൾഡൻ മൈനാണ്, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നോട്ട് ഈവൻ ഗീവ് യു ഡ്രീം ഇൻകം, വെറുതെ വരുമാനം മാത്രമല്ല, ഡ്രീം ലൈഫ് സ്റ്റൈൽ ആയിരുന്നു. ഡയറക്ടർ ആകുമ്പോൾ നിങ്ങൾക്ക് വെഹിക്കിൾ ബോണസ് വരികയാണ്. ഉണ്ടോ, ബൈക്ക് വാങ്ങിക്കാനുള്ള ബോണസ് ഡയറക്ടർ ആകുമ്പോൾ. അവർക്ക് ഒപ്പം തന്നെ അവർക്ക് നാഷണൽ ട്രാവൽ ബോണസ് ലഭിക്കും. ഇന്ത്യ ഒട്ടാകെ കറങ്ങാനുള്ള ബോണസ് വേറെ ലഭിക്കും. അതൊരു 5,000 എടുത്ത് കിട്ടും. വേൾഡ് ടൂർ കിട്ടുക. ഇപ്പൊ കൊലംബോ പോകാൻ പോണത് അടുത്ത ട്രിപ്പ്, നമ്മൾ അതിന് തയ്യാറായിക്കൊണ്ടിരിക്കുക. കുറേ പേര് 10,000 ആൾക്കാരെ കൊലംബോ പോണത്. നമുക്ക് അത് ഇപ്പൊ ഇന്ന് ജോയിൻ ചെയ്ത് ആൾക്ക് പണിയാൻ സാധിക്കും. അതാണ് അതിന്റെ ഓപ്പർച്യൂണിറ്റി. ഈ മാസത്തിന്റെ ഡയറക്ടറാണ് മാത്രമേ ഉള്ളൂ. സോ വേൾഡ് ടൂർ, പിന്നെ യൂറോപ്പ് ട്രിപ്പ് വരെ ഉണ്ട്. കൂടാതെ ഈ വർഷത്തിന്റെ അവസാനം അടുത്ത വർഷം അവസാനത്തോടെ യൂറോ ട്രിപ്പ് ഉണ്ടാവും. ലക്ഷറി കാർ, ഞാൻ എന്റെ കാർ വാങ്ങിച്ചിട്ട് ഇപ്പോ ഒരു 13 ലക്ഷത്തിന്റെ കാർ വാങ്ങിക്കാൻ, മഹീന്ദ്ര SUV വാങ്ങിക്കാൻ കാണിക്കാൻ സാധിച്ചത് ഇതിന്റെ ഫണ്ട് കൊണ്ടാണ്. ഇതിന്റെ കാർ ഫണ്ട് ഉണ്ട്, ഈ അടുത്ത വീട് ഫണ്ട്. ഞാൻ ഈ 5 ഫണ്ടും വാങ്ങിച്ചുകൊണ്ടെങ്കിൽ വ്യക്തിയാണ്. നമ്മുടെ 4 ഓർഗനൈസേഷൻ ഡയറക്ടറായി പ്ലാറ്റിനം ആയി കഴിഞ്ഞാൽ നമുക്ക് വീട് വെക്കാനുള്ള ഫണ്ട് ലഭിക്കും. അത് മാസം 50,000 വരെ. കാർ വാങ്ങിക്കുന്ന ഫണ്ട് 40,000 വരെ. ടൂർ വാങ്ങുന്ന ഫണ്ട് ഒരു മാസം 30,000 വരെ മാക്സിമം വാങ്ങിക്കാം. ബൈക്ക് വാങ്ങിക്കുന്ന ഫണ്ട് 2,500 വരെ. നാഷണൽ ഇന്ത്യയിലെ ഉറങ്ങാനുള്ള ഫണ്ട് 5,000 വരെ കിട്ടും. അറിഞ്ഞിരിക്കുക. സമയത്തിന്റെ പരിമിതി പോലും ഞാൻ ഏറ്റവും ചുരുക്കി സംസാരിക്കുക. കണ്ട, നേരത്തെ പറഞ്ഞ ഇതിനകത്തുള്ള കമ്പനിയുടെ 72% പേ ഔട്ട് തരുന്ന രീതിയാണ് ചെയ്യുന്നത്. ആ പ്രോഗ്രഷൻ ബോണസിന് ആദ്യത്തെ വരുമാനമുണ്ട് 6%. ആ 6% വരെ നമുക്ക് എല്ലാവർക്കും ലഭിക്കും. ഉണ്ടോ, അഡ്വൈസർ തൊട്ട് താഴത്തേക്കുള്ള എല്ലാവർക്കും ലഭിക്കും. ഡയറക്ടർ ആയി കഴിഞ്ഞാൽ ഡയറക്ടർ ബോണസ് എക്സ്ട്രാ ലഭിക്കും. അദ്ദേഹത്തിന് ഡയറക്ടർ ബോണസ് ഡയറക്ടർ തൊട്ടുള്ള എല്ലാവർക്കും ലഭിക്കും. വെഹിക്കിൾ ബോണസ് ഡയറക്ടർക്ക് മാത്രമേ ഉള്ളൂ. ഉണ്ടോ, നാഷണൽ ട്രാവൽ ഫണ്ട് ഡയറക്ടറും കിട്ടും, സീനിയർ ഡയറക്ടറും കിട്ടും. പിന്നെ മെന്റർഷിപ്പ് ബോണസ് എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഒരൊറ്റ ഗ്രൂപ്പ്, നമുക്ക് സ്ട്രോങ് ആയിട്ട് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിനകത്ത് 3,600 പോയിന്റ് വാല്യൂവിന്റെ ബിസിനസ് നടക്കുന്ന സമയത്ത് കമ്പനി നിങ്ങൾക്ക് ഒരു 20,000 rupees അടുത്ത് പേയ്മെന്റ് ഒരു ഗ്രൂപ്പിൽ നിന്ന് മാത്രം ലഭിക്കും. അത് മെന്റർഷിപ്പ് ബോണസ്. അങ്ങനെ എത്ര ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നോ അത്രയും കൂടുതൽ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. എന്റെ സ്പോൺസർ ചെയ്യുന്ന വ്യക്തി 30 ലക്ഷം വരുമാനം വാങ്ങിക്കുന്നു. അതിന്റെ സ്പോൺസർ വ്യക്തി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിലെ ചീഫ് എഞ്ചിനീയറാണ്. കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് വന്നിരുന്നു. ഒരു ദിവസം ഒന്ന് കണ്ട് വലിയ ഫംഗ്ഷൻ ആയിരുന്നു, തിരിച്ചു പോന്നു. ഇൻഫിനിറ്റി സക്സസ് എന്നാണെന്ന് പറയും. അതൊക്കെ പങ്കെടുക്കാത്തവർക്ക് വലിയ നഷ്ടമാണ്. അതിന് പിറ്റേ ദിവസം അതിന് കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി.
ആ കൂടെ അതിന് ഞങ്ങളൊരു 10-40 പേർക്ക് അതിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടി. അപ്പോഴും മനസ്സിലാക്കുന്ന പുള്ളി മോദിക്കേര് വഴി കഴിഞ്ഞ 20 വർഷം കൊണ്ട് 20 പ്രോപ്പർട്ടി ഇന്ത്യ ഒട്ടാകെ വാങ്ങിച്ചിട്ടുണ്ട്. 20 പ്രോപ്പർട്ടി. എല്ലാ വർഷവും പുള്ളി 1 കോടി രൂപ മോദിക്കേരിന്റെ ഫണ്ട് മേടിക്കുക ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന്റെ സ്പോൺസറാണ് ഡോക്ടർ സുരേഖ ഭാർഗവ, ഒരു ചാർട്ടർ അക്കൗണ്ടാണ്. 1.25 കോടി രൂപയാണ് മോദിക്കേരിന് വരുമാനം വായിക്കുന്നത്. ഇത്ര പോരെ ഇത്ര സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്ത് നന്നായോ അല്ലേ ആലോചിച്ച് നോക്കുക. ഓക്കെ, ആ മെന്റർഷിപ്പ് ബോണസ്, വേൾഡ് ടൂർ കാർ ഫണ്ട്, ലക്ഷറി കാർ ഫണ്ട്, ഡ്രീം ഫണ്ട്, ദെൻ റെഡ് ഡയമണ്ട് ഫണ്ട്, ബ്ലൂ ഡയമണ്ട് ഫണ്ട്. ഇങ്ങനെ ബ്ലൂ ഡയമണ്ട് എന്ന ലെവലുണ്ട്. എന്റെ സ്പോൺസർ ബ്ലൂ ഡയമണ്ട് ആണ്. ഞാനും ആ യാത്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മാക്സിമം ഡയറക്ടർമാരെ ക്രിയേറ്റ് ചെയ്യാനാണ് ഈ ബിസിനസ് ഏറ്റവും സക്സസ് ആവുന്നത്. ഇനി നമുക്ക് ഇന്ന് ഒരു ഭാഗ്യമുണ്ട്. നമ്മുടെ ബിസിനസ്സിൽ വന്ന ശേഷം ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വ്യക്തി ഇതിനകത്ത് ഈ SCD കാർ അച്ചീവറായി. എന്റെ ഗ്രൂപ്പിൽ ഞാൻ അറിയാണ്ട് തന്നെ ഒരു 5 പേര് കാർ അച്ചീവറായി. ഒരു വ്യക്തി കാർ വാങ്ങിച്ചു. അദ്ദേഹം വാങ്ങിച്ച കാറിന്റെ പേര് മാരുതി ഗ്രാൻഡ് വിതാര എന്നാണ്. മിസ്റ്റർ സുരേഷ് കുമാർ, മഞ്ജു സുരേഷ് കുമാർ ബിലോങ്സ് ടു നമ്മുടെ ട്രിവാൻഡ്രം. അപ്പം മഞ്ജു സുരേഷ് കുമാർ ഇതിലൂടെ ഒരു ഗ്രാൻഡ് വിതാര 17 ലക്ഷത്തിന്റെ കാർ സ്വന്തമാക്കി. ഒരാളെ വാങ്ങിച്ചിട്ടുള്ളൂ, ഇനി വാങ്ങിക്കാൻ കിടക്കുക. ഇന്ന് ഈ കഴിഞ്ഞ മാസം ഒരു പുതിയൊരു കാർ അച്ചീവ് നമ്മുടെ ടീമിൽ വന്നു. എന്റെ ഏറ്റവും സന്തോഷമുള്ള മൊമെന്റ് ആണ് ഈ ഒരു 2025 നവംബർ. പ്രിയപ്പെട്ട വേണു സാറ് നമ്മുടെ കൂടെ നിന്ന് കൂടി. അദ്ദേഹം ഈ കമ്പനിയിൽ നിന്ന് ലീവ് എടുത്ത് ഇറങ്ങിയേക്കാണ്. രാത്രി നൈറ്റ് ഡ്യൂട്ടിയാണ്. ഇത് കഴിഞ്ഞ് ഓടി 9 മണി കൂടെ കയറണം. ഞാൻ കാര്യം എന്റെ ബിസിനസ്സിൽ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണ്. ആ ഫാമിലിയായിട്ടുള്ള നല്ലൊരു ബന്ധം കാരണം അദ്ദേഹത്തിന്റെ ബിസിനസ് കൊണ്ടുവന്നു. കാര്യം അദ്ദേഹം രക്ഷിക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നേക്കുക. അപ്പൊ ഇത് ഒരു തിരിച്ചറിവാണ്. ഞാൻ ഇതിന്റെ 5 മിനിറ്റ് എക്സ്പീരിയൻസ് കേൾക്കാൻ വേണ്ടി ഞാൻ പ്രിയപ്പെട്ട വേണു സാർ ക്ഷണിക്കുന്നു. വെൽക്കം സാർ. ജോലിയിൽ നിന്ന് ഓടി വന്നതാണ്. വെൽക്കം സാർ. ഓൺ ചെയ്യാം. ഓഡിബിൾ ആണോ സാർ? യെസ്, ഓഡിബിൾ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ തിരക്കേറിയ ജീവിത സാഹചര്യത്തിൽ എല്ലാവരും പറയുന്നത് എനിക്ക് സമയമില്ല. എന്നാൽ കൂടുതൽ സമ്പാദ്യം ഉണ്ടാക്കുന്നതിനും കൂടുതൽ നമ്മളുടെ ഫാമിലിയുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എൻ്റെ പേര് വേണുഗോപാൽ. ആലുവയ്ക്കടുത്ത് കടുങ്ങല്ലൂരാണ് താമസം. 32 വർഷമായിട്ട് ഒരു സ്വകാര്യ മേഖലയിൽ ഒരു ജീവനക്കാരനാണ്. എൻ്റെ ജോലി സമയം കഴിഞ്ഞിട്ടുള്ള സമയം മാത്രം ഉപയോഗപ്പെടുത്തി ഞാൻ ഈ ബിസിനസ് ബിൽഡ് ചെയ്യുന്നു. നമ്മളുടെ ജോലി സമയം കഴിഞ്ഞിട്ടുള്ള സമയം നമ്മൾ മാത്രം ഇതിനകത്ത് ചെലവഴിക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ തികയാതെ വരുന്ന ഒരവസ്ഥയിലെത്തിയപ്പോൾ എനിക്കൊരു അഡീഷണൽ ഇൻകം വേണം എന്ന് ഞാൻ ചിന്തിച്ചു. ആ ചിന്തയിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്തും എന്നെ ഈ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ള പ്രകാശ് സാർ ഈ അവസരം എന്നെ കാണിച്ചിരുന്നു. അദ്ദേഹത്തിന് ഞാൻ വിശ്വസിച്ചു. അദ്ദേഹത്തിന്റെ കൈ മുറുകെ പിടിച്ചു. അദ്ദേഹം എന്താണ് ഈ മോദി കെയർ എന്ന് എന്നെ കാണിച്ചു തന്നു. എന്താണ് ഈ കമ്പനിയുടെ പ്രോഡക്റ്റ്, എന്താണ് ഈ കമ്പനിയുടെ സവിശേഷത എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. അതുമാത്രമല്ല, ഈ കമ്പനിയിൽ ആരൊക്കെയാണ് ലീഡർഷിപ്പിലെത്തിയിട്ടുള്ളത്, ആരൊക്കെയാണ് ഇതിനകത്ത് വരുമാനം വാങ്ങിക്കുന്നത്, ഇതെല്ലാം എന്നെ തൊട്ട് കാണിച്ചു തന്നു, എന്നെ വിശ്വസിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചു, അദ്ദേഹത്തിന്റെ കൂടെ നിന്നു. അദ്ദേഹം എൻ്റെ കൂടെ നിന്നു എൻ്റെ ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ. അതേപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ എല്ലാം മെന്ററായിട്ടുള്ള ദിനേശ് സാറിനെയും ജിഷാദ് സാറിനെയും പരിചയപ്പെടുത്തി. അത് അപാരമാണ്. അവരുടെ ട്രെയിനിങ്ങും അവരുടെ സപ്പോർട്ടും അവരുടെ ആശീർവാദവുമാണ് എന്നെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചത്. കൂടെ പ്രകാശ് സാറിന്റെ സപ്പോർട്ട്. ഒരു ഡോക്ടർ ഒരു രോഗിക്ക് മരുന്നെഴുതും. ദിവസത്തിൽ 3 നേരം, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് എന്ന് മരുന്നെഴുതുന്ന പോലെ പ്രകാശ് സാർ എൻ്റെയും എൻ്റെ ടീമിൻ്റെയും കൂടെ നിന്ന് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കൃത്യമായിട്ട് സൂമിലൂടെയും അല്ലാതെയും എൻ്റെ ടീമിന്റെ ഏറ്റവും ബോട്ടം വരെ ചെന്ന് വർക്ക് ചെയ്തു. അതാണ് എൻ്റെ വിജയത്തിന്റെ വേറൊരു രഹസ്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ടീം ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ നമ്മൾ എത്തിയതാണ് നമ്മളുടെ മഹാഭാഗ്യം. അത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നല്ലൊരു ലീഡേഴ്സ് ഉണ്ട്.
പ്രകാശ് ജിഷാ സാറിന്റെ ട്രെയിനിങ് ഒരെണ്ണം പോലും കളയാനില്ല. എന്നെ ഇന്ന് ഈ രീതിയിൽ സംസാരിക്കാൻ പഠിപ്പിച്ചത് ജിഷാ സാറാണ്. എനിക്ക് ഒരു 4 പേരോട് കൂടുതൽ വർത്തമാനം പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ എൻ്റെ ജീവിത ശൈലി. എന്നാൽ മറ്റുള്ളവരോട് തുറന്നു പറയാനും ഇന്ന് നിങ്ങളോട് ഇത്രയും പേരോട് എനിക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടാക്കി തന്നത് ജിഷാ സാറാണ്. അദ്ദേഹത്തിന്റെ ട്രെയിനിങ് ആണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ആദ്യം കമ്പനിയെ വിശ്വസിക്കുക, ഈ പ്രോഡക്റ്റിനെ വിശ്വസിക്കുക, നമ്മുടെ ലീഡേഴ്സിനെ വിശ്വസിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇതിനകത്തുനിന്ന് നേരത്തെ പ്രകാശ് സാർ പറഞ്ഞ പോലെ ടൂറ്, ആവശ്യമായ വരുമാനം, കഴിഞ്ഞ ഒരു ലീപ് പ്രോഗ്രാം നമ്മുടെ കൊടൈക്കനാലിൽ നടന്നു. അതിൽ പോകാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. 5 സ്റ്റാർ ഫെസിലിറ്റിയിലാണ് നമ്മുടെ കമ്പനി ട്രീറ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ ടൂർ പ്രോഗ്രാമിലും എല്ലാത്തിലും കമ്പനി ഇതേപോലെ നമ്മുടെ 5 സ്റ്റാർ ഫെസിലിറ്റിയിലാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം നേടാൻ പറ്റാവുന്ന ഒരു സുവർണ അവസരമാണ് മോദി കെയർ ഡയറക്ട് സെല്ലിംഗ്. അതിൽ ഏറ്റവും നല്ലത് മോദി കെയർ എന്നാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞത്. ഇതിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ഈ പരിവർത്തനത്തിൽ പുതുതായിട്ട് വന്നിട്ടുള്ള വ്യക്തികളോട് എനിക്ക് പറയാനുള്ള മെസ്സേജ്, നിങ്ങളെ ആരാണോ ഈ പരിവർത്തനത്തിലേക്ക് ക്ഷണിച്ചത് അവരുടെ കൈ മുറുകെ പിടിക്കുക, അവര് പറയുന്നത് അതേപോലെ വിശ്വസിക്കുക, അവര് പറയുന്നത് പോലെ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. നിങ്ങൾക്ക് അതേപോലെ എൻ്റെ ഇന്നത്തെ ഈ ഇതിനകത്ത് അവസരം കിട്ടാനുള്ള കാരണം ഞാൻ ഇതിനകത്ത് SCD എന്ന് പറഞ്ഞ ലെവലിലായതാണ്. എൻ്റെ മാത്രം കഴിവുകൊണ്ടല്ല, എൻ്റെ ടീമിന്റെ കഴിവാണ്. നമ്മളെല്ലാവരും പറയും നമുക്ക് സമയമില്ല എന്ന് പറയും. ഇന്ന് ഞാൻ അറിയാതെ ഇന്ന് എൻ്റെ ടീമിൽ മൈസൂരും പാലക്കാടും ബാംഗ്ലൂരും കോഴിക്കോടും തൃശ്ശൂരും എറണാകുളത്തും ഞാൻ അറിയാതെ എൻ്റെ ബിസിനസ് നടക്കുന്നു. അതിലൂടെ എനിക്കൊരു പാസീവം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ നടക്കുന്ന ബിസിനസിന്റെ ഒരു സഡൻ ഒരു പെർസെൻറ്റേജ് എനിക്ക് വരുമാനമായി കിട്ടും. ഇതാണ് ഈ ബിസിനസ്. വിശ്വസിച്ച് ഇതിന്റെ കൂടെ നിൽക്കുക. വിശ്വസിച്ചാൽ നമുക്ക് നേടാൻ, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ നേടാൻ പറ്റാത്ത ഒന്നും തന്നെ ഇല്ല. ഈ ബിസിനസ്സിലൂടെ എല്ലാം നേടാൻ പറ്റും എന്ന് മാത്രം ചുരുക്കി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് വിജയിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് അവസരം തന്ന എൻ്റെ ടീം ലീഡേഴ്സിനോടും ദൈവത്തിനോടും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ജയ് മോദി കെയർ. താങ്ക് യു സാർ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഇത് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു ഘടകമാണ്. തിരിച്ചറിയാൻ നമുക്ക് ബിസിനസിനകത്ത് വലിയൊരു മാറ്റമാണ്. ഇപ്പൊ വേണു സാർ വന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഈ സീനിയർ എക്സിക്യൂട്ടീവ് ആയിട്ട് 3 ഓർഗനൈസേഷൻ ഡയറക്ടറാക്കി അദ്ദേഹം ഇതിനകത്ത് ഒരു ലെവൽ അച്ചീവ് ചെയ്തേക്കാണ്. ഈ ഇരിക്കുന്ന എല്ലാവർക്കും അത് സാധിക്കും. ഇതിന്റെ ഒരു ഫൈനൽ കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഓരോ റാങ്കുകൾ കണ്ടു. ഇതിനകത്ത് അടുത്ത റാങ്ക് യൂട്യൂബിലൂടെ നമുക്ക് മോദി വേ ബിസിനസ് അക്കാഡമി ഉണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് നേരെ കാണാൻ പറ്റും. ദെൻ ഓൺലൈൻ ലേണിംഗ് സിസ്റ്റം ഉണ്ട് മോദി വേയുടെ. അതിലൂടെ നിങ്ങൾക്ക് ബിസിനസ് അക്കാഡമി കയറി കുറെ കാര്യം പഠിക്കാൻ പറ്റും. പ്രൊഡക്റ്റിനും പ്ലാൻ എല്ലാം നമുക്ക് യൂട്യൂബിലും ഓൺലൈനിലും കമ്പനിയുടെ വെബ്സൈറ്റിലും കിട്ടുന്നുണ്ട്. ഇതിന്റെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ബിസിനസ് അക്കാഡമിയുടെ പല സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, പല ഇവന്റ്സ് ഉണ്ട്. അപ്പോൾ കമ്പനിയും ടീമും ഒരുക്കുന്ന ഇത്തരം ട്രെയിനിങ്ങുകളിൽ നിങ്ങൾ മസ്റ്റായിട്ട് പങ്കെടുക്കണം. ഈ കാണുന്നതൊക്കെ അതിന്റെ ടൂൾസുകളാണ്. ഇത്തരത്തിലുള്ള ബ്രോഷേഴ്സ് ഒക്കെ നമുക്ക് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. നമ്മൾ അപ്ലയൻസ് പഠിക്കുക ഈ ബ്രോഷേഴ്സും പ്രൊഡക്റ്റിന്റെ ബ്രോഷേഴ്സ് ഒക്കെ നിങ്ങളെല്ലാം കരസ്ഥമാക്കണം. അങ്ങനെ ഒരു വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ്. ആൻസർ ടു യുവർ സെൽഫ്, ഇഫ് നോട്ട് മോദി കെയർ ദെൻ വാട്ട്? ഇത്ര നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക് ആയിട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ കിട്ടിയ നമ്മൾ ഭാഗ്യമില്ലേ? അതുകൊണ്ടാണ് ഞാൻ വിജയിക്കാൻ കാരണം, വേണു സാർ വിജയിക്കാൻ കാരണം. ആ സിസ്റ്റത്തിലേക്ക് പ്ലഗ് ചെയ്ത് മതി. എന്റെ കഴിവുകൊണ്ടല്ല, ആ സിസ്റ്റത്തിലേക്ക് ടീമിലെ ആളുകളെ എല്ലാവരും പ്ലഗ് ഇൻ ചെയ്താൽ മാത്രം മതി. ഇഫ് നോട്ട് മോദി കെയർ ദെൻ വാട്ട്? ഇഫ് നോട്ട് യു, നമ്മളല്ലെങ്കിൽ ദെൻ ഹു? ആരാ ചെയ്യുന്നത്? നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഇഫ് നോട്ട് നൗ, ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴാ ചെയ്യാൻ പറ്റുക? ജേർണി ഓഫ് 1000 miles സ്റ്റാർട്ട്സ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. ഒരു 1000 മൈൽ നമുക്ക് പോകാനുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നമ്മൾ വെച്ചാൽ മതി. നമ്മൾ എൻട്രി ചെയ്തു, ഇതിന് പ്രൊഡക്റ്റ് വാങ്ങിച്ചു. ഞാൻ പറഞ്ഞ ആ സ്മാർട്ട് ഷോപ്പ് തന്നെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നേരത്തെ ചെയ്തിരുന്ന ആളുകൾ വളരെ 2, 4, 5 വർഷം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്ന 1, 2 വർഷം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിൽ കമ്പനിയുടെ അത്രമാത്രം ഉൽപ്പന്നങ്ങളായി. പണ്ട് 6, 7, 8 പ്രൊഡക്റ്റ് ഉണ്ടായ സ്ഥാനത്ത് ഇന്ന് 890 പ്രൊഡക്റ്റായി. ഇത് ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുഡേ. ഇന്ന് ആ ഫസ്റ്റ് സ്റ്റെപ്പ് നേരിടുക. നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റും. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ എല്ലാവിധ മംഗളം നേരെയാണ്. ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ വഴിത്തിരിവായിട്ട് ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ വീണ്ടും പറയാണ്. കാരണം ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിന്റെ സൈസ് നമുക്ക്
നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ വലുതാണ്. അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സ്വപ്നതുല്യമായിട്ടുള്ള ഒരു വളർച്ചയിലേക്ക് എത്താൻ പറ്റും. ദെൻ എല്ലാവർക്കും എല്ലാവിധ മംഗളം നേരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Thank you, Thank sir. you, sir. Thank you, sir. Thank you, sir. Thank you, Thank sir. you, Thank you, sir. sir. Thank you. Yes, sir. Thank you. Okay. Thank you so much. Thank you.